മ്യൂട്ടേല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഇവിടെ വരെ കൊണ്ടെത്തിച്ച എന്റെ ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. എന്റെ മുഖാന്തരങ്ങളെ ഒരുക്കിയ കർത്താവിന്റെ ദാസിയെ സമയന്തിക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ. നല്ലൊരു അവസരം ഇങ്ങനെ ഒരുക്കി തന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇങ്ങനെ ഒരു വാക്യം വായിച്ചിട്ട്, എനിക്ക് കർത്താവ് തന്നൊരു വാക്യം വായിച്ചിട്ട് എന്റെ കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്താം. 66:16. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, വചനത്തിന് മുമ്പേ എഴുതിയ പൂർണ്ണമായി താഴ്ത്തുന്നു. അടിയനെ ഹല്ലേലൂയ പറയാനുള്ള ദൈവകൃപ അടിയന്റെ മേൽ സമയം പറഞ്ഞിരിക്കാൻ സ്തോത്രം. കടന്ന എല്ലാ മക്കൾക്കും അതൊരു അനുഗ്രഹമായി വിടുതലായി നന്മയായി തീരുവാൻ സ്വന്തം സഹായിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ കുടുംബം, എനിക്കൊരു മോനുണ്ട്. അവന് എറണാകുളത്ത് ഊഫർ കമ്പനി ജോലി ചെയ്യുന്ന, ഭാര്യ സ്മിത പുന്നയ്ക്കടക്ഷയിൽ ജോലി ചെയ്യുന്നു, 2 കുഞ്ഞുങ്ങൾ ഹന്ന മന്ന. ഞാൻ പരിചയപ്പെടുത്തത് ഞങ്ങൾക്ക് വേണ്ടി ലൈനിലുള്ള എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വിശ്വാസത്തിൽ മുന്നേറണം, നിത്യതയിൽ ചെല്ലണം. ഈ ലോകത്തിലെ ഒന്നുമല്ല, കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുകയായിരുന്നു, അത് മാത്രമാണ്. അതിനുവേണ്ടി എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനായി ദൈവസന്നിധിയിലെ ഓരോരുത്തരോടും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. സ്തോത്രം. ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. മാതാപിതാക്കളാലും സഹോദരങ്ങളുടെ ഇടയില് 3ാമത്തെ ആളായി ഈ ഭൂമിയിൽ ജനിക്കാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ബാല്യകാലത്തിലെ എന്റെ അസുഖം, ഹല്ലേലൂയ, ഞാൻ ഇതുവരെ ആരോടും പറയാത്തത് ഞാൻ ഈ പറയലേണ്ടി പറയുകയാണ്. ഞാൻ മണ്ണ് തിന്നുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇഷ്ടം പോലെ മണ്ണ് വാരി തിന്നുമായിരുന്നു. സ്തോത്രം. അത് അങ്ങനെ മണ്ണ് വാരി തിന്ന് എന്റെ ശരീരം മൊത്തം നീര് പിടിച്ച്, സ്കൂളിൽ പോകുന്നതിന് മുമ്പാണ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ മണ്ണ് തിന്നതിന്റെ ഫലമായി ശരീരം മൊത്തം നീര് പിടിച്ചു. അത് ഒരു ദിവസം എൻ്റെ പിതാവ് കണ്ടുപിടിച്ചു. ഞാൻ വീട്ടിനകത്ത്, അന്നൊക്കെ ഞങ്ങളുടെ വീട് മൺകട്ടയുള്ളതാണ്, ആ മൺകട്ടയിൽ നിന്ന് ഞാനിങ്ങനെ കുറച്ച് അടർത്തി തിന്നുകൊണ്ടിരിക്കുമ്പോ എന്നെ മുറ്റത്തുനിന്ന് വന്നു എന്നെ പിടിച്ചു. എന്നെ ഒന്നും വഴക്കൊന്നും പറഞ്ഞില്ല, പ്രൈസ് ദി ലോർഡ്. എന്നെ പിറ്റേ ദിവസം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സ്തോത്രം. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ, അന്നൊന്നും വലിയ ഹോസ്പിറ്റലില്ല, ഗവൺമെന്റ് ആശുപത്രി തന്നെ കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ഡോക്ടർമാര് പറഞ്ഞു ഇതിനെന്തെങ്കിലും ചോദിക്കുന്നൊക്കെ കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്ന വഴിയില് ഒരു വൈദ്യന്റെ അടുത്തും കയറി. ആ വൈദ്യനെ ഒരു കുപ്പി അരിഷ്ടം തന്നിട്ട് പറഞ്ഞു, ഇനി കൊണ്ടിയല്ലണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കാലിൽ എൻ്റെ അമ്മയ്ക്ക് യേശുവിനെ കുറിച്ച് അറിയുമോ, അതിനെക്കുറിച്ചുള്ള ഒന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഒരു ദിവസം പോലും വിടാതെ ഞങ്ങൾ അമ്പലത്തിൽ പോയി അവിടുത്തെ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെയുള്ള പൂജയും കർമ്മങ്ങളും ഒക്കെ ഉണ്ടായി. മാസത്തിൽ തന്നെ അതിന് പൂജ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ ഞങ്ങൾ ഭക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഭക്ഷിച്ച് വളർന്നൊരു കാലം. അപ്പൊ അങ്ങനെ ആയിരുന്നപ്പോഴാണ് എൻ്റെ അസുഖം കൂടിയപ്പോൾ എൻ്റെ അമ്മയോട് ആര് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ അമ്മ എന്നെ സുവിശേഷ വേലയ്ക്ക് നേർന്ന് സമർപ്പിച്ചു കൊടുത്തു. അപ്പൊ ആ നേർന്ന ആ സമയം തന്നെ എൻ്റെ ഈ മണ്ണ് തിന്നി കഴുത്തിന്റെ ഉമിനീർഗ്രന്ഥി അല്ലെങ്കിൽ താഴോട്ട് വരുന്ന ഒരു അസുഖമായിരുന്നു. അപ്പൊ ശ്വാസമുട്ടലൊക്കെ ഉണ്ടാകും. അപ്പൊ ആ അസുഖം എനിക്ക് പൂർണ്ണമായ സൗഖ്യം, സുവിശേഷ വേലയ്ക്ക് നേർന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം എനിക്ക് സൗഖ്യം തന്നു. പിന്നെ സൗഖ്യം തന്നു കഴിഞ്ഞിട്ടും എന്നെ ആ പാതയിൽ കൂടെ അവർക്ക് വിടാനുള്ള മനസ്സുമില്ലായിരുന്നു. അതിന് പിശാച് അനുവദിച്ചുമില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എല്ലാ വർഷവും മാരാമൺ കൺവെൻഷൻ തുടങ്ങുമ്പോൾ എന്നെ കൊണ്ടുപോയി അച്ഛനെയും കൂട്ടി എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പൊ അടുപ്പിച്ച് കുറെ വർഷങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പം ആ പള്ളിയിലെ അച്ഛന്മാരൊക്കെ പറഞ്ഞ എന്നെ സുവിശേഷ വേലയ്ക്ക് വിടാന്. അപ്പൊ അവരുടെ കൂടെ വിട്ടാൽ പിന്നെ എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അവരോട് വിടാതെ കണ്ട് പിന്നെ 25 പൈസ അന്നത്തെ വലിയ തുകയും തോന്നുന്നു. ആ 25 പൈസ എഴുതി എൻ്റെ പേര് പേപ്പറിനകത്ത് എഴുതിക്കൊണ്ട് അച്ഛനെ വിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമയം. അത് കഴിഞ്ഞാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ വിട്ട് അങ്ങനെ നമ്മൾ യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ നമ്മുടേതായ ആ ദൈവങ്ങളെ എല്ലാം വിളിച്ചും അപേക്ഷിച്ചും കരഞ്ഞും ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ദൈവഹിതമില്ലാത്ത വഴിയിൽ നടക്കുകയും പോയൊക്കെ ചെയ്തു. എന്നിട്ടും കർത്താവ് എന്നെ കണ്ടു. കാലിൽ ഞങ്ങൾ കുടുംബമായി, ദൈവഹിതമില്ലാത്ത വീട്ടുകാരാലോചിക്കാത്ത ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിൽ ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ഒത്തിരിയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായി. ഹല്ലേലൂയ. എൻ്റെ സർട്ടിഫിക്കറ്റുകള്, എൻ്റെ ഡ്രസ്സുകളെ എല്ലാം മൊത്തം സൗകര്യങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ഒന്നുമില്ലാത്തവളെ പോലെ ഞാൻ ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. ദൈവത്തിന് അന്നേരമൊന്നും ഞാൻ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിങ്ങനെ കുടുംബമായി ഞങ്ങൾ ഇങ്ങനെ വീട് വെച്ച് താമസിക്കുമ്പോഴാണ് കർത്താവിന്റെ സമയമായി എന്നെ ദൈവം സന്ദർശിക്കാൻ തുടങ്ങി. എൻ്റെ ആദ്യം ഈ നീര് പോലെ വന്നത് എനിക്ക് വീണ്ടും വരാനിടയായി. അപ്പൊ എൻ്റെ അമ്മ എന്നോട് വന്ന് പറഞ്ഞു, സ്തോത്രം, ചേട്ടത്തി ബന്ധക്കോസിലാണ്, അവിടെ ബന്ധക്കോസി പള്ളിയിൽ പോകാൻ പറഞ്ഞു. ഞാൻ പോകത്തില്ല എന്ന് തീർച്ചപ്പെടുത്തി പോകത്തില്ല എന്ന് എന്നെ പറഞ്ഞു.
അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയി. ഇത് നീര് വരുമ്പോ എനിക്ക് സഹിക്കാൻ വയ്യാതെ വരുന്നു. അങ്ങനത്തെ ഒരു വിഷയത്തിലേക്ക് വന്നപ്പം ദൈവം എന്നോട് ഇടപെടുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാന് പള്ളിയിൽ പോകത്തില്ലെന്ന് തന്നെ തീർച്ചപ്പെടുത്തിയിരുത്തി. അങ്ങനെ ഇരുന്നപ്പോഴാണ് സ്തോത്രം എന്റെ ഹൃദയത്തില് ഇത് യൂട്രസിൽ നിന്നൊക്കെ ഇങ്ങനെ ദൈവം സന്ദർശിച്ച പോലുള്ള ശരീരം മൊത്തമായി എന്റെ ശരീരം രോഗം കയറി പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. യൂട്രസിൽ നിന്ന് വെള്ളം പോയി, പഴുപ്പ് പോയി, ചോര പോയി. അപ്പൊ വേദനയില്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ല. അപ്പൊ അവസാനം ഇങ്ങനെ അത് കൂടി എനിക്ക് ശരീരത്തിൽ ക്ഷീണം തുടങ്ങിയപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവര് പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, മെഡിക്കൽ കോളേജിൽ തന്നെ പോയേ പറ്റുള്ളൂ. ഞാൻ മെഡിക്കൽ കോളേജിൽ തന്നെ പോകാതെ കണ്ട് ആരോട് വിവരവും പറയാതെ കണ്ട് രാത്രിയില് ഞാന് അച്ഛൻ പണിക്ക് പോയിരിക്കുന്നു. മോൻ അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാന് പിന്നെ പാസ്ബുക്കിനകത്ത് ഞാനൊരു എഴുത്തൊക്കെ എഴുതി വെച്ചു. അച്ഛൻ പറയുന്ന അനുസരിക്കണം, അമ്മേ നീ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. അങ്ങനെ ഒരു എഴുത്തെഴുതി ഞാൻ വെച്ചിട്ട് ഞാന് രാത്രി ഒരു 10 മണിക്ക് ഇങ്ങനെ മരിക്കാൻ കിടങ്ങുന്നത് പോലെ സ്തോത്രം ഞാൻ തറയിൽ ശരീരം മൊത്തം ചൂടാണ്. സിമെന്റ് തറയിൽ തന്നെ സിമെന്റ് തറയിൽ കിടന്നിട്ടൊന്നും എനിക്ക് ഒരു കുറവും കാണുന്നില്ല. ഇങ്ങനെ മരിക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ ഇങ്ങനെ പോകുന്നതായിട്ട്. അപ്പൊ രാത്രി ആയി, പണിക്ക് പോയി ചെന്ന് എന്നെ നോക്കിയിരിക്കുന്നു, മോനും നോക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ അനുഭവത്തിൽ നിന്ന് ഞാൻ തന്നെ പറഞ്ഞു, എന്റെ ദൈവമേ, ഞാൻ എന്തോ പാപം ചെയ്തിട്ടാണ് കിടന്ന് ഞാൻ അനുഭവിക്കുന്നത്. ഇത്രയൊരു വാക്ക് എന്റെ വായിന്ന് പുറത്തു വന്ന് ആ നിമിഷം എന്റെ ശരീരത്തിലെ ഭാരം മൊത്തം നീങ്ങിപ്പോയി. രാത്രി ഒരു 12 മണിയോളമായി കാണും. മൊത്തം നീങ്ങിപ്പോയി. പിറ്റേ ദിവസം എനിക്ക് പിന്നെ ചർച്ചിൽ ഒന്ന് പോയി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് എന്റെ ഹൃദയത്തിൽ വന്നു. അത് ചർച്ചിൽ പോകാൻ നാണംകേടാണ്, റോഡിൽ കൂടെ പോകാൻ വയ്യ. ഇത്രയും നാളും അമ്പലത്തിൽ പോയിട്ട് ഈ പള്ളിയിലോട്ട് പോകുന്ന കാര്യം പറഞ്ഞ മനുഷ്യരെന്ത് പറയും, ഇങ്ങനെ ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ. അപ്പൊ എന്റെ ചേട്ടത്തിയോട് ഞാൻ ചോദിച്ചു എവിടാന്നൊക്കെ കാര്യമൊക്കെ അവള് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ കൂടെ വരാമോ? ഞാൻ പറഞ്ഞു നിന്റെ കൂടെ വരത്തില്ല, നീ വേറൊരു സ്ഥലത്ത് നിൽക്കണം, ഞാൻ അവിടെ വന്നേക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീടിന്റെ മുകളിൽ കൂടെ കയറി ഞാൻ അവിടെ ചെന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോ ഞാൻ മുടി ചീകുമ്പോൾ ഇവിടെ ഇങ്ങനെ താഴെ വരെ ആ നീരിങ്ങനെ ഉണ്ട്. സ്തോത്രം. അപ്പൊ അന്നേരം ഞാൻ പള്ളിയിൽ ചെന്നു. ഒരു വെള്ളിയാഴ്ച ഞാൻ ചെല്ലുന്നത്. വേറെ 2 സഹോദരിമാരുണ്ട്. അപ്പം പാസ്റ്റർ ആന്റി എന്നോട് ചോദിച്ചു എന്തിനാ വന്നത്? ഞാൻ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. എന്തുവാ രോഗം? അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കഴുത്തിന്റെ താടിയുടെ ഇവിടെ ആയിട്ട് നീരിങ്ങനെ ഇരിക്കുകയാണ്, അത് മാറുന്നില്ല, വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവര് വീണ്ടും ചോദിച്ചു എവിടാന്ന്. അപ്പൊ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ ആ നീര് കണ്ടില്ല. അപ്പം ഇവിടുന്ന് വീട്ടിൽ നിന്ന് ആലയത്തിലോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേ ദൈവം എനിക്ക് സൗഖ്യമാക്കി. ഇന്ന് വരെ അതിനകത്തൊരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് വൈദ്യന്മാരൊക്കെ പറഞ്ഞെങ്കിലും ഇത് ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ ഉമിനീർ ഗ്രന്ഥി അത് കരിയത്തില്ലെന്നും അവർ പറഞ്ഞു. അപ്പൊ അത് ചെയ്യാതെ കണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് അത് സൗഖ്യമായി. അത് കഴിഞ്ഞിട്ടും ദൈവസേനയിൽ പൂർണ്ണമായിട്ട് ഞാൻ അടുക്കുന്നില്ല. കാര്യം പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ ദൈവജനം പ്രാർത്ഥിക്കണം, ദൈവത്തിന് കൃപ തോന്നണം. അപ്പൊ അങ്ങനെ വീണ്ടും നമ്മൾ പോകാതെ ഇരുന്ന് ചേട്ടത്തിയോട് പറഞ്ഞു എനിക്കൊരു ബൈബിള് കൊണ്ടു തരണമെന്ന്. ആന്റിയുടെ വീട്ടിൽ നിന്ന് എനിക്കൊരു ബൈബിള് കൊണ്ടു തന്നിറങ്ങി വായിക്കെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വായിച്ചിരിക്കുക, അല്ലാതെ പോകത്തില്ല. അങ്ങനെ ഇരിക്കലെ ഒരു ദിവസം സ്തോത്രം എന്റെ കൈയെല്ലാം പൊട്ടാൻ തുടങ്ങി. കൈയുടെ 10 വിരലും പൊട്ടി, കൈ ഇങ്ങനെ നൂർക്കത്തിൽ ഇങ്ങനെ മടങ്ങി തന്നെ ഇരിക്കുക. അതുപോലെ തന്നെ കാലിന്റെ വെള്ളയും പൊട്ടി, നടക്കത്തില്ല, ഒരു കിടക്കുക, ജോലി ചെയ്യാൻ വയ്യ. സ്തോത്രം. അങ്ങനെ ഇരിക്കലെ ഞാന് ദൈവത്തിന് സ്തോത്രം എന്ത് ചെയ്യണമെന്നറിയാതെ വൈദ്യന്മാരിനെ ആശ്രയിച്ചു. ഇംഗ്ലീഷ് മരുന്ന് ചെയ്ത്, ആയുർവേദം കഴിച്ചു. സ്തോത്രം. പിന്നെ ഇത് ഹോമം കഴിപ്പിച്ചു. ഒത്തിരിയും ചെയ്തു. ഹോമം കഴിക്കാൻ വീട്ടിൽ ആൾക്കാരെ വരുത്തിയാണ് ഹോമം കഴിച്ചെന്നെ അതിനെ നടുക്കിരുത്തിയിട്ടും എനിക്ക് ഒരു കുറവുമില്ലാതെ കൊണ്ട് പിന്നെ പറഞ്ഞു നെയ്യ് കഴിച്ചാൽ മാറും, വിഷവാ, നെയ്യ് കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ നെയ്യ് കഴിച്ചത് 1/2 സ്പൂൺ വെച്ചങ്ങടെ കഴിക്കാൻ പറഞ്ഞുള്ളു. ഇത് തീരാതെ കൊണ്ട് ഞാൻ 2 സ്പൂൺ അങ്ങ് കഴിച്ചതല്ല. പിന്നെ ഞാൻ മരണത്തിലേക്ക് പോയി. എന്റെ ശരീരം മൊത്തം വിറച്ച് കമ്പിളിയൊക്കെ ഇട്ട് പുതപ്പിച്ചിട്ടൊന്നും അറിയത്തില്ല, എങ്ങനെയൊന്നും അറിയത്തില്ല. ഞാൻ അനങ്ങാതെ മരിച്ച പോലെ കിടക്കുകയാണ്. പിന്നെ കുറെ അധിക സമയം കഴിഞ്ഞാണ് എനിക്കൊരു ജീവൻ വന്നത്. അപ്പൊ കർത്താവ് എന്റെ കൂടെ ഉണ്ട്. സ്തോത്രം. നാം രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുകയാണ്. വചനം പറയും നാശമാരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചീറ്റിൽ നിന്നും കർത്താവിനെ കൈ പിടിച്ച് ക്രിസ്തുവാകുന്ന പാറവേൽ എന്നെ ഉറപ്പിച്ചു നിർത്തി. സ്തോത്രം. അപ്പം പിന്നെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി താല്പര്യം. അപ്പം യൂട്രസിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോലെ പോയത് നാറ്റം വെച്ചിട്ട് എനിക്ക് ഒരു മനുഷ്യന്റെ അടുത്ത് ഇരിക്കത്തില്ല. ഞാൻ ആലയത്തിൽ അവിടെ കൂടെ പോകാൻ തുടങ്ങി.
സ്തോത്രം. അപ്പൊ സാരിയിലെല്ലാം ഞാൻ പൗഡറൊക്കെ ഇട്ട് കുടഞ്ഞിട്ടുകൊണ്ട് വേറെ ഒരു മൂലയ്ക്ക് മാറിയിരിക്കും. കാര്യം സൗകര്യമാർ അടുക്കിരുന്നാൽ ഭയങ്കര സ്മെല്ലായിട്ട് വരും കുറെ സമയം കഴിയുമ്പോൾ. അങ്ങനെ ഇരുന്നിരുന്ന് ഒക്ടോബർ 2-ന് 96 ഒക്ടോബർ 2-നാണ് അപ്പൊ ഇങ്ങനെ ആലയത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. ബ്ലീഡിങ് ഉണ്ടായെന്ന് പറഞ്ഞാൽ സാധാ ബ്ലീഡിങ് ഒന്നും അല്ല, സ്തോത്രം. ഇല്ല, ബക്കറ്റ് കണക്കിനെ മറിഞ്ഞു മറിഞ്ഞു പോകുന്ന പോലുള്ള ബ്ലീഡിങ് ഉണ്ടായി എനിക്ക്. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ മോനെ വിടും, മോനെ പള്ളിയിൽ ചെന്ന് പാസാന്റിയോട് പറയും ഒരു കുപ്പി വെള്ളം പ്രാർത്ഥിച്ചു തരാൻ. അപ്പൊ ഇവനെ വിട്ട് ഇവൻ ചെന്ന് വെള്ളം പ്രാർത്ഥിച്ചുകൊണ്ട് വരും. ഞാൻ അതിൽ ഒരു ഗ്ലാസ് കുടിക്കുമ്പോഴേ ബ്ലീഡിങ് അങ്ങ് നിൽക്കും. അപ്പം പിന്നെ എങ്ങോട്ടും പോകത്തില്ല. അങ്ങനെ ബ്ലീഡിങ് നിർത്തി അവസാനമായപ്പോൾ പെട്ടെന്ന് എനിക്ക് കൂടി, രാത്രി കൂടി, എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, സ്തോത്ര എന്നെ ഹോസ്പിറ്റലിൽ, അപ്പൊ ഞാൻ ചർച്ചിൽ പോയി തുടങ്ങി, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. എന്റെ ഹൃദയത്തിൽ മുഴുവനും എനിക്ക് ദൈവദാസന്മാർ കൈ വെക്കുമ്പോൾ ഈ മുഴ അങ്ങ് മാറും. ഈ ഒരു വിശ്വാസം എന്റെ ഹൃദയത്തിൽ ഇരിക്കുമോ. അതുകൊണ്ട് ഡോക്ടർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് സമ്മതിക്കാത്ത. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സാമ്പത്തികം ഒന്നുമില്ല. അപ്പൊ അവരോട് ഇത് പറയാമെങ്കിൽ ദൈവത്തെ കൂടെ അവര് കുറ്റം പറയും. അതുകൊണ്ട് ഞാൻ ഇതെന്റെ ഹൃദയത്തിൽ, ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം ആലയത്തിൽ പോകാൻ. എന്നെ കൊണ്ടുപോയില്ല. അപ്പൊ ഡോക്ടർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, പൈസയുടെ കാര്യത്തിലാണെങ്കിൽ സ്തോത്രം വിഷമിക്കണ്ട, മുഴുവൻ ചെലവും ചാർജ് ഞാൻ ചെയ്തേക്കാം. ഇങ്ങനെ എന്നോട് പറഞ്ഞു ഡോക്ടർ, കൊയ്യാല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടെ അഡ്മിറ്റ് ആകും. എനിക്കങ്ങ് ഭയങ്കര സങ്കടങ്ങളും വിഷമങ്ങളും. ദൈവത്തിന്റെ മഹത്വം എന്നിൽ കൂടെ വെളിപ്പെടും. ആ മുഴ അങ്ങനെ പോയി. എന്നിട്ട് പിറ്റേ ദിവസം ഒരു ഓപ്പറേഷൻ ചെയ്തു. ഒരു ഭരണി ഒരു ടിന്ന് കൊണ്ടുവന്നിട്ട് അതിന്റെ കുളത്തിൽ ഭയങ്കര ഒരു മഴയായിരുന്നു. അപ്പൊ അതിന്റെ അയച്ചു കൊടുത്താൽ റിസൾട്ട് ഒക്കെ വന്നപ്പോ അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല. കാര്യം അതിനു മുമ്പേ ഈ പഴുത്ത് എല്ലാം പുറത്തോട്ട് പോയതുകൊണ്ട് ക്യാൻസർ ആയിട്ട് അത് വരാതെ കണ്ട് ദൈവം അങ്ങനെ ഒരു പദ്ധതിയിൽ കൂടെ എന്നെ നടത്തി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എനിക്ക് ഇവിടെ ഓപ്പറേഷൻ ചെയ്ത് ഒരു പൈസയും ഞങ്ങൾക്ക് ചെലവില്ല. ഡോക്ടർ തന്നെ മൊത്തം പൈസയും എടുത്തു. പിന്നെ കിടക്കുന്നതിന്റെ 2 ദിവസം അതിനും വലിയായിട്ട് ദൈവം ചെയ്തത്, 4 ദിവസം കഴിഞ്ഞപ്പോഴേ ഈ ഡോക്ടർ വന്ന് എന്നെ പരിശോധിച്ചു. എന്റെ മുറിവെല്ലാം ഉണങ്ങിയിരിക്കുന്നു. അപ്പൊ ഡോക്ടർ ചോദിച്ചത് എന്ത് പറ്റി, പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങാൻ കാര്യം എന്തുവാ. ഞാൻ പറഞ്ഞു ഒരു കൂട്ടം ദൈവജനം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് സൗഖ്യം തന്നതാ. അന്ന് നല്ല സ്നേഹവും നല്ല ബഹുമാനവും താല്പര്യം എല്ലാം ഉള്ള ഒരു ദേവദാസനും കുടുംബമായിരുന്നു. നമുക്ക് ഏത് സമയത്തും വിളിച്ചാൽ നമ്മുടെ വീട്ടിൽ വരുന്ന ദേവദാസനും കുടുംബം. അങ്ങനെ ഇരുന്ന് കർത്താവ് എനിക്ക് സൗഖ്യം തന്നു, രോഗത്തെല്ലാം വിടുതൽ തന്നു. അപ്പൊ ഇവിടെ ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ തന്നെ തീരുമാനിച്ചപ്പോ എനിക്ക് കുറെ ദർശനങ്ങൾ ദൈവം തന്നു. കുറെ ദർശനം തന്നത് ആദ്യം പിന്നെ 2 വഴി കാണിച്ചു. ഒരു വഴി കൂടെ അനേകര് പോകുന്നുണ്ട്. അത് വഴി വീതിയുള്ളതും വിശാലമുള്ളതാണ്. അപ്പം വചനവും എനിക്ക് തന്നു. മത്തായി സുവിശേഷം 7:13-14. ആ 14 ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, അതിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അനേകർ അതിൽ കൂടെ. എന്നാൽ ജീവങ്കിലേക്ക് പോകുന്ന വഴി ഞെരുക്കവും അത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അപ്പൊ എനിക്ക് ആ വീട്ടിൽ ചെല്ലണം. ഈ വഴി പോയാൽ എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റും. ഞാൻ അവിടെ നിന്നപ്പം ഒരു തരത്തിൽ നമുക്ക് ആ വഴി പോകത്തില്ല. കാര്യം 2 സൈഡും കലക്കവെള്ളം ഇങ്ങനെ അടിച്ചു കയറി വരുന്നു. ഒരു വിരലിന്റെ അത്രയും വീതിയുള്ള വഴി കൂടെ നമുക്ക് നടക്കാനും പറ്റത്തില്ല. സ്തോത്രം. അതിനകത്ത് ആ വഴി മുഴുവൻ മുള്ളാണ്. ആ മുള്ള് കഴിഞ്ഞിട്ട് സ്തോത്രം ഒരു തെങ്ങിൻ തോപ്പ്, അത് കഴിഞ്ഞിട്ട് വെള്ളം, അത് കഴിഞ്ഞ് അങ്ങേ അറ്റത്തൊരു നല്ല പ്രകാശമുള്ള വീട്. ഈ വീട്ടിൽ എനിക്ക് പോകണം. ഇതുവഴി പോയി എന്റെ വീട്ടിൽ പോകാനൊക്കത്തില്ല. ഞാൻ ഇങ്ങനെ വിഷമിച്ചു. മോൻ വരുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റത്തില്ല. ഞാൻ എങ്ങനെയാ പോകുന്നത് വിഷമിച്ചിരുന്നപ്പോ ഒരാൾ എന്റെ കൈ കൊണ്ട് ഒരു വടി എന്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഈ വടി കൊണ്ട് ഈ മുള്ള ഇങ്ങനെ ഒതുക്കി പോകുന്നു പറഞ്ഞു. പിന്നെ ആളിനെ കണ്ടില്ല. അങ്ങനെ ഒരു ദർശനമാണ് ആദ്യമായിട്ട് എനിക്ക് സ്വർഗത്തെ നരകത്തെ കുറിച്ച് ദർശനമാണ് എനിക്ക് ദൈവം തന്നത്. ആ ദൈവത്തിന് തന്നിട്ട് പിന്നെ അലത്തി പോകാൻ തുടങ്ങി. രക്ഷിക്കപ്പെടുവാനും സ്നാനമേൽക്കുവാനും സ്വർഗത്തിലെ ദൈവം കൃപ തന്നു, നടത്തി. അങ്ങനെ ഞാൻ വീട്ടിൽ ഒരു ദിവസം പ്രാർത്ഥിച്ച് സന്ധ്യ ആയപ്പോഴേ എനിക്ക് ഭയങ്കര ക്ഷീണം ശരീരത്തിൽ, എന്താണെന്നറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ഏപ്രിൽ മാസമാ, ഞാനിങ്ങനെ സിമന്റ് തറയോട്ട് അവിടെ ഇട്ടിട്ട് ഒരു അപ്പുറത്ത് അച്ഛന് കിടക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. കാര്യം അന്ന് ഞങ്ങളുടെ അടുത്തൊരു വീടുണ്ട്, അവിടെ കല്യാണത്തിന് അവരെ ഒരുങ്ങാൻ പോയേക്കുവാണ്. സ്തോത്രം. അങ്ങനെ പോയിട്ട് വന്നപ്പോ രാത്രി ആയപ്പോ എനിക്ക് ഭയങ്കര ക്ഷീണം, എനിക്ക് കിടക്കണം. അങ്ങനെ കിടക്കാൻ ഞാൻ ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോ എനിക്കറിയില്ല, പെട്ടെന്ന് ഞാൻ അങ്ങ് ബോധമുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ എനിക്ക് നല്ല ബോധമുണ്ട്, പക്ഷെ നാക്കെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പാമ്പ് എന്നെ ഇങ്ങനെ എന്റെ ശരീരത്തും എന്റെ മുഖത്തും എല്ലാം കൂടെ കയറി എഴഞ്ഞ്. അപ്പൊ നമ്മൾ ഈ ഉറുമ്പ് കടിക്കും, നമ്മൾ മുഖം ചൊറിയത്തില്ല, അതുപോലെ ഞാൻ മുഖമെല്ലാം ചൊറിഞ്ഞ് തടിച്ച്, കൈയെല്ലാം ഈ 2 കയ്യിൽ ഇത് കയറി. കൈയടിച്ച് ആരാധിക്കരുത്, അതിന്റെ കയ്യാലെല്ലാം ചുറ്റിയിട്ട്
ഞാൻ ചൊറിഞ്ഞ് എഴുന്നേറ്റ്. അപ്പൊ ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഈ സാധനം അടുത്ത പായുടെ കീഴെ കയറി കിടക്കും. അത് ഞാൻ കാണുന്നില്ല. അപ്പൊ ഞാൻ അന്നേരം ചിന്തി, ദൈവമേ ഇപ്പൊ ഇനി വന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ വാതിൽ വന്ന് മുട്ടി. ഞാൻ ചെന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോ അച്ഛൻ വന്നപ്പം ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു എന്തുവാ മുഖത്ത്? ഞാൻ പറഞ്ഞു ഉറുമ്പ് കടിച്ചതാണ്, ഞാൻ സ്വോത്രം പറിച്ച് എണ്ണ തേച്ചേക്കുവാ എന്ന് പറഞ്ഞു. മുഖമെല്ലാം എണ്ണ തേച്ച് കയ്യിലും എണ്ണ തേച്ച് കഴിഞ്ഞാൽ പാവിരിക്കുന്നു. പറഞ്ഞല്ല, ഞാൻ ഈ താഴത്തെ പാ ഇങ്ങോട്ട് വലിച്ചിങ്ങോട്ട് എടുത്തല്ല, ഈ പാമ്പൊരൊറ്റ ചീറ്റ് ചേരി. അന്ന് ഞങ്ങളുടെ വീട് വയറിങ് ചെയ്തിട്ടില്ല, ഇങ്ങനെ വലിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് ചുറ്റിയെ കൂടി ഇങ്ങനെ കയറി വയറേ ഇങ്ങനെ ചുറ്റി ഇരുന്നു. ഇങ്ങനെ നാക്ക് നീട്ടി ഇതിങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വലിയ കറുത്ത നീളമുള്ള കറുപ്പും വെളുപ്പും ഉള്ള ഒരു പാമ്പാ. അപ്പൊ അതിനെ ഞങ്ങള് ഈ മോന്റെ സൈക്കിളാ ഓടിക്കണം. ഞാൻ പറഞ്ഞു, ഇടാ എടുത്ത് മാറ്റി, ഞങ്ങൾ ഇതിനെ അടിച്ച് കൊല്ലട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി അതിനെ അടിച്ച് വയറയിലിട്ട് അടിച്ച് ഇന്ന് താഴെ ഇറക്കി ഇതിനെ അടിച്ചു കൊണ്ടതിനെ വെച്ചാൽ. പക്ഷെ പിറ്റേ ദിവസം എനിക്കറിയത്തില്ല, പിന്നെ ഞാൻ മറന്നു. ഇങ്ങനത്തെ ഒരു കാര്യമേ എന്റെ ഹൃദയത്തിനകത്തില്ല. അപ്പൊ മോൻ സ്കൂളിൽ പോകാൻ അതിനെ സ്കൂളിൽ വിട്ട് ഞാൻ തന്നെ ഉള്ളു. ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരി പല്ല് തേക്കാവില്ലെന്ന് ഓർത്ത് ഞാൻ വെള്ളം ഇങ്ങനെ കോരിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് പെട്ടെന്ന് ബോധം കിടുന്ന പോലെ ഞാൻ പുറകോട്ട് ഈ തൊട്ടിയും കയറും പുറകോട്ട് ഞാൻ പോവാ. അപ്പൊ ഞാൻ പുറകോട്ട് പോകുമ്പോഴും ഞാൻ സ്തോത്രം പറഞ്ഞ് പുറകോട്ട് പോകുമ്പോഴും അപ്പൊ എന്റെ കർത്താവാണ് എന്നെ പിടിച്ച് നേരെയാക്കി തൊട്ടിയും എടുത്ത് വലിച്ചു വെച്ചത്. ഞാൻ മുഖം കഴിയതല്ല, എന്റെ മുഖത്തെ നീറ്റല് കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ നീറ്റലും പുകച്ചിലും മുഖത്തില്ല, കയ്യിലും അതുപോലെ. അപ്പൊ അങ്ങനെ ഞാൻ വന്ന് വീട്ടിനകത്ത് കയറി. ഞാൻ കുറെ അധിക സമയം കിടന്ന് കഴിഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചോറൊക്കെ എടുത്ത് കഴിച്ചു. എല്ലാ കറിയൊക്കെ കൂട്ടിയാ കഴിച്ചു. അപ്പൊ അന്ന് തൊട്ട് സന്ധ്യക്ക് പ്രാർത്ഥിക്കാനിരിക്കുന്നോണെ ആരാധിക്കാൻ പറ്റുന്നില്ല. എന്റെ കൈയെല്ലാം ചൊറിഞ്ഞ് തടിച്ച് ഇവിടെ എല്ലാം കൈ രണ്ടും പൊട്ടി. അപ്പൊ ആ കൈയുടെ പാടിപ്പ ആ പാമ്പിന്റെ അതേ കളറ് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ആ വെള്ളയും കറുപ്പും. അതിപ്പോ തെളിഞ്ഞു വരും. അപ്പൊ ഓരോരുത്തർ എന്നോട് ചോദിക്കുന്നു എന്തുവാന്ന്. അന്നേരം ഞാൻ ഈ വിവരം പറയും, മരുന്ന് വല്ലതും കഴിച്ചോ? ഞാൻ പറഞ്ഞു ഞാൻ മരുന്നൊന്നും ഇതുവരെയും കഴിച്ചിട്ടില്ല. അപ്പം പറഞ്ഞു വൈദ്യനെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വൈദ്യനെ കണ്ടില്ല. കാര്യം ഞാനിത് ഓർത്തെങ്കിൽ വേണം ഇത് പോകാൻ, മറന്നുപോകും. കർത്താവ് ദൈവാത്മാവിനെ മറപ്പിക്കുന്നതാ, അല്ലെങ്കിൽ നമ്മൾ ആരായാലും ഓടിപ്പോകും. മറപ്പിക്കാതെ കൊണ്ട് ഇപ്പോഴപ്പൊ കയ്യിൽ ശരിക്കും തെളിഞ്ഞു വരുന്നുണ്ട്, കറുപ്പും ആ കളർ അവന്റെ അതേ കളറ്, മുഖമെല്ലാം ചൊറി. അപ്പൊ ഞാൻ അങ്ങനെ വെളിച്ചെണ്ണ എടുത്ത് സ്തോത്രം പറഞ്ഞു ഞാൻ തേക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തേച്ച് എനിക്ക് സൗഖ്യം തന്നു. ഇപ്പം വർഷം കുറെ അധികമായിട്ടും ദൈവത്തിന്റെ ആ കരം എന്റെ കൂടെയുണ്ട്. അങ്ങനെ ദൈവം ഇത്രത്തോളം വിടുവിച്ച്. അത് കഴിഞ്ഞ് ഞാൻ അടുപ്പിൽ തീ കത്തിക്കാൻ അങ്ങോട്ട് ചെന്നപ്പോ അടുപ്പിൽ ഇങ്ങനെ നമ്മൾ വിറക്, അന്ന് കറണ്ട് ഇല്ലായിരുന്നു, നീക്കിയപ്പോ ഭയങ്കര തണുപ്പ് കയ്യില്. നോക്കി അതേ സൈസിൽ ഒരു പാമ്പ് അടുപ്പിന്റെ പാതകത്തെ കയറി ഒരടുപ്പിനകത്തോട്ട് ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് ഇങ്ങനെ അടുപ്പിലോട്ട് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുക. അപ്പൊ അങ്ങനെ അതേ പിടിച്ചെങ്കിലും അതെന്നെ കടിച്ചൊന്നുമില്ല. ഇത് എഴഞ്ഞെങ്കിലും എന്നെ കടിക്കാൻ എന്റെ കർത്താവ് അനുവദിച്ചില്ല. അപ്പൊ അങ്ങനെ അനവധി പ്രയാസങ്ങളും പ്രതിസന്ധികൾ കൂടെ കർത്താവ് എന്നെ നടത്തി. അങ്ങനെ ഒത്തിരി വിഷയങ്ങള് പറഞ്ഞാൽ തീരാത്ത പോലെ വിഷയം. നമ്മൾ ഇരുട്ടിൽ കിടന്നാണ്, യാതൊരു വെളിച്ചവും നൽകിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ സാക്ഷ്യം പറഞ്ഞു. എനിക്ക് വചനം ഒത്തിരി ദൈവം എനിക്ക് തന്നു. മത്തായി സുവിശേഷം 4:14-15 ഇങ്ങനെ പറഞ്ഞു, സെബൂലൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ട് മരണത്തിന്റെ ദേശത്തിൽ നിഴലിൽ വിരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. സ്തോത്രം. എന്നാൽ യെശയ്യായി പറയുന്നു, എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. സെബൂലൻ ദേശം നഫ്താലി ദേശത്തിന് ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവർ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസമുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അപ്പൊ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ കിടന്നാണ് മിസ്രയീമിന്റെ അടിമ മുഖത്തിൽ കിടന്ന് ആ ഇരുമ്പുലയിൽ നിന്ന് എന്റെ കർത്താവ് ഞങ്ങളെ വിടിച്ച്. ഇരുട്ടിൽ കിടന്ന് എന്തെല്ലാം പ്രവർത്തികൾ ചെയ്തു നമുക്കറിയത്തില്ലല്ലോ. എന്തെല്ലാം ചെയ്തു, അതെല്ലാം ചെയ്തിട്ടും കർത്താവിന് പ്രസാദം തോന്നി. ആ ഇരുട്ടിൽ കിടന്ന ജനത്തിന്റെ മേൽ ജാതിയുടെ ഗലിയുടെ ആ മഹത്വം നമ്മളിൽ വെളിപ്പെടണം. ദൈവം തന്ന പ്രകാശം ഇതുവരെയും കൊണ്ട് പലപ്പോഴും നമ്മളത് മൂടി വെക്കുന്ന അനുഭവം നമുക്കുണ്ട് ജീവിതത്തിൽ. എന്നാൽ മൂടി വെക്കാതെ അത് കൊടുക്കുന്ന, മറ്റുള്ളവർക്കൂടെ അത് പകർന്നു കൊടുക്കുന്ന ഇത് ആ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി വിഷയം കുടുംബ ജീവിതത്തില് അനവധി വിഷയങ്ങൾ ഉണ്ടായി. സ്തോത്രം. മോൻ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. കുടുംബജീവിതം തകർന്ന് തരിപ്പണമായി. എന്റെ കർത്താവിന് പ്രസാദം തോന്നി. കർത്താവിനെ വിടുവിച്ചുകൊണ്ട് വന്ന്
ഞങ്ങൾ സന്തോഷമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ സമയം തീരാറായോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ദൈവത്തിന് മഹത്വം. അങ്ങനെ സന്തോഷമായിട്ട് കഴിയുന്നു. മോനാണെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് 3 മാസമായപ്പോൾ ബ്ലീഡിങ് ഉണ്ടായി, മൊത്തം പോയതാണ്. സ്തോത്രം. 1 മാസം കഴിഞ്ഞ് ഞങ്ങള് എടുത്ത് കളയാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 മാസം കൂടെ നോക്കട്ടെ, 1 മാസം കഴിഞ്ഞ് നിങ്ങൾ കിടക്കാനുള്ള സൗകര്യമായിട്ട് ഇങ്ങ് വന്നാൽ മതി, എടുത്ത് കളഞ്ഞാൽ കഴിയുക ഒന്ന് ഉണ്ടായാൽ ഇതിന് അംഗവൈകല്യം ഉണ്ടാകും, കിട്ടത്തില്ല. കാര്യം ബ്ലീഡിങ് ആണ്. ബ്ലീഡിങ് കൊണ്ട് മൊത്തത്തിലും അങ്ങ് 3/4 ഭാഗവും പോയതാണ്. അപ്പൊ എടുത്തു കളയാൻ ചെന്നപ്പം നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ഒരു സൈഡിലോട്ട് വരും വയറിനകത്ത്, ഒരു സൈഡിൽ ഇങ്ങനെ. അപ്പൊ അങ്ങനെ എടുത്തു കളയാൻ ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞ സമയത്താ പോയത്. അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തുവാ ചെയ്തത്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മള് ആ കുഞ്ഞിലെ ആകുമ്പോ ഈ ദൈവത്തെ അറിയുന്നുമില്ലല്ലോ. അപ്പൊ നമ്മളേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും അപ്പൊ അതിന്റെ ഇതാ. അപ്പം പിന്നെ ഒരു പ്രാർത്ഥനാ സമയത്ത് ഒരു ദേവദാസനാ പറഞ്ഞത്, കുഞ്ഞിനെ നിനക്ക് തരികയില്ല എന്ന് അന്ധകാര ശക്തി ബാധിച്ച സ്ഥാനത്ത് കർത്താവാണ് അതിനെ ഉറപ്പിച്ച് എന്റെ കൈ തന്നിരിക്കുന്നത്. എന്നാല് ഒത്തിരി രോഗങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ അടിക്കടി അടിച്ചിട്ടും എന്റെ കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് ഇവിടെ വരെ നടത്തി. എന്റെ ദൈവത്തിന് സ്തോത്രം. പിന്നെ 5 വയസ്സായപ്പോ അവന് യൂറിൻ പോകുന്നത് സുഷിരമില്ല. അതിന് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ട് അതിന് പിന്നെ സുഷിരം ഉണ്ടാക്കി. അപ്പൊ എത്ര പ്രതികൂലങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസപടയിൽ വന്നതിന് ശേഷം ആഞ്ഞടിച്ച് അതൊക്കെ ദൈവം തരണം ചെയ്ത് ഇത്ര വരെ കൊണ്ടുവന്നു. പിന്നെ തലയ്ക്കകത്ത് എങ്ങനെ നടത്തില്ല, ബോധം കെട്ട് വീണ്. അപ്പം 5 വർഷം ചികിത്സിച്ചു. ഒരിക്കലും മാറാത്ത ഒരു രോഗമാണ് അവന് ജീവിതത്തിൽ ഈ പിശാച് കൊണ്ടിട്ടത്. എന്നാൽ അവിടെയും കർത്താവ് വിട്ടുവെച്ച് ഇത്രത്തോളം കൊണ്ടുവന്ന എന്റെ ദൈവം എത്ര നല്ലവനാണ്, വിശ്വസ്തനാണ്, മാറാത്ത സഹിയായി. അല്ലെങ്കിൽ കൂടെയുള്ളതിനായി സ്തോത്രം. മോവാബ് ദേശത്ത് യാതൊരു 10ാം തലമുറ പോലും മോവാബ് ദേശക്കാരി ഈ സന്നിധിയിൽ വരാൻ യോഗ്യതയില്ല, അർഹതയില്ല. ആ രൂത്തിനെ മാനിച്ചതുപോലെ കർത്താവിനെ മാനിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നു. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിച്ചാല് അത് ബേത്ലഹേമിലാണെങ്കിൽ ക്ഷാമത്തിന്റെ ഒരവസ്ഥയാണ്. ക്ഷാമം കഴിഞ്ഞ് ആ ബേത്ലഹേമിൽ നിന്ന് അവര് വിട്ട് അവര് മോവാബ് ദേശത്ത് വന്ന് അവര് കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും മാറയുടെ അനുഭവമാണ് 1-ാം ലേഖനം. എങ്കിലും അവര് ദൈവസന്നിധിയിലെ ആ അമ്മയും അമ്മയും മരുമോളും കൂടെ തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന് ദൈവം പ്രവർത്തിച്ച് 2 ഭാഗിച്ചാല് സുഹൃത്ത് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചാല് ദൈവത്തിന് ഭാഗ്യവശാൽ അവൾ ബോവസിന്റെ വയലിലായത് ദൈവത്തിന്റെ കൃപയാണ്. അനേക കരുതലുകൾ നമ്മൾ 2-ാം അധ്യായം വായിച്ചു. ഇതൊക്കെ എന്റെ ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഞാനതൊക്കെ അത് വായിച്ച് ബലപ്പെടും ഈ ദിവസങ്ങളില്. അതുകൊണ്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ 3-ാം അധ്യായത്തിൽ ചില ഉപദേശങ്ങൾ 4-ാം അധ്യായത്തില് അത് ബോവസിന്റെ വയലിൽ വന്നത് കൊണ്ട് അവർക്ക് അതിനെ അവകാശമായി കൊടുത്തു. അങ്ങനെയെല്ലാം ദൈവം ഇത്രത്തോളം നടത്തി. ഇതിനിടയ്ക്ക് ഒത്തിരി വിഷയങ്ങൾ ഉണ്ട് പറയാൻ. എന്നാൽ നമ്മുടെ സമയം നമുക്കുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇനി സമയം ഉണ്ടെങ്കിൽ ബാക്കി പറയാം. സമയമുണ്ട്, ഹാഫ് ആൻ അവറോടെ സമയമുണ്ട്. അപ്പൊ ദേശത്ത് ഞങ്ങൾക്ക് വളരെ പ്രതികൂലം ഉണ്ടായി ഈ ആരാധിക്കുന്നതിന്. ഞങ്ങൾ 4 വീട്ടുകാരുണ്ട്. 4 വീട്ടുകാരെ ഈ ദേശത്തെ BJP-ക്കാർ കൊണ്ട് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊണ്ടുകൊടുത്തു. അപ്പൊ ഈ 4 ഭവനങ്ങളിൽ രാത്രി 1 മണി 2 മണിക്കകത്താണ് ഇവർ ഞങ്ങളുടെ വീട് കയറി അടിക്കാൻ വരുന്നത്. അപ്പൊ ഞങ്ങൾ ഉറങ്ങത്തില്ല. രാത്രി എന്റെ ഭർത്താവ് ഇവിടെ അന്ന് ഇവിടെ ഇല്ല. അപ്പൊ ആ രാത്രിയിൽ അങ്ങനെ ഇവര് ജനലെ വന്ന് നോക്കുകയും ഞങ്ങൾ ആരാധിക്കുന്ന സമയത്ത് ജനലെ വന്ന് വിടും. ഞങ്ങളല്ല അതിനകത്തിരുന്ന് ഞങ്ങൾ ആരാധിക്കും. അപ്പൊ ഇവര് പിന്നെ ഇവര് വരുമ്പം വീടിനകത്തോട് കർത്താവ് വിടിക്കാതെ റോഡ് വഴി ഇവര് നടക്കും. ഒരു 10, 20, 25 പേരുണ്ട് 4 വീട്ടിൽ കയറി അടിക്കാന്. അപ്പൊ ഞങ്ങൾ ഇവിടെ അപ്പൊ അവസാനം ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇവർ തമ്മളിലടിച്ചങ്ങ് പോയി. ദൈവത്തിന് സ്തോത്രം. അവസാനം കൊണ്ട് ഇവർ ആറന്മുള കൊണ്ട് കേസ് കൊണ്ടുകൊടുത്തു. ഞങ്ങൾ 4 വീട്ടുകാരെ കൊണ്ട് കേസ് കൊടുത്ത് ഞങ്ങള് പോയി. അപ്പൊ ദേവദാസൻ ചോദിച്ചു ഞങ്ങൾ വരണം. ഞങ്ങൾ പറഞ്ഞു ആരും വരണ്ട, നിങ്ങൾ ഉപസിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഞങ്ങളെ ബൈബിളുമായി ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ നമ്മളും ആ SIയുടെ മുഖത്ത് നോക്കണമെങ്കിൽ മുന്നോട്ട് നോക്കണം. ഇതൊരു ഹിന്ദുവാണ്, വലിയ പൊട്ടൊക്കെ തൊട്ട്. അപ്പൊ നിങ്ങളുടെ പേരിലെ പരാതി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ 3 വീട്ടുകാർ ആരാധിക്കുമ്പോൾ 1 വീട്ടുകാര് വീടിന്റെ മുറ്റത്തിറങ്ങി നിൽക്കണം. ശബ്ദം എന്തുമാത്രം ഉണ്ടെന്ന് പെന്തക്കോസുകാരുടെ ആരാധന ഞങ്ങൾക്കറിയാവുന്ന SI ഞങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ അത് ഞങ്ങളായിട്ട് വരുന്നതല്ല, ഞങ്ങൾ ആരാധിക്കാൻ ഇരിക്കുമ്പോൾ ഉയരത്തിലെ ആ ശക്തി ഞങ്ങളുടെ മേൽ വരുന്നതാണ്. ആ ദൈവമാണ് ഞങ്ങളെ നടത്തുന്നത്. അപ്പൊ എന്തുമായാലും ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പല പറഞ്ഞു. ഞാൻ ദൈവത്തോട് ദൈവസന്നിധിയിൽ അവിടെ പ്രാർത്ഥിച്ചു, കർത്താവേ ഇവരെ ആരാധിക്കുന്നത് ഇന്ന് സന്ധ്യ വരെ ഞങ്ങൾ എങ്ങനെ ദൈവത്തെ ആരാധിക്കും?
അതിനൊരു അനുവാദം തരണം. ഞാൻ വീണ്ടും യെസയുടെ മുറി കയറി ചെന്നു. ആരും വരത്തില്ല പേടിച്ച്. ഞാൻ കയറി ചെന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ കയറി ചെന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഇന്ന് മുതൽ ആരാധിക്കാൻ ഞങ്ങൾക്കൊരു സമയം ഒരുക്കി തരണമെന്ന് ആ സാറിനോട് പറഞ്ഞു. ആ സാർ അന്നേരം വന്ന് ഒരു ജീപ്പ് BJPക്കാർ ആൾക്കാർ വന്ന് അവരെ എല്ലാം വിളിച്ചു. ഞാൻ ആ മുറിയിൽ നിൽപ്പുണ്ട്. വിളിച്ചിട്ട് അവരോട് ദൈവത്തിന്റെ പ്രവൃത്തി, ദാനിയന്റെ വായ സിംഹത്തിന്റെ വായ ദൈവം അടച്ചതുപോലെ ആ RSകാരെ മുഴുവൻ വായ അടിച്ച് ഓരോരുത്തരായിട്ട് ലൈൻ നിൽക്കാൻ പറഞ്ഞു. ഓരോരുത്തർ എഴുതി ഒപ്പിടാൻ പറഞ്ഞു. ഇവര് ഇന്ന് മുതൽ അവരവരുടെ ദൈവത്തെ ആരാധിക്കും. നിങ്ങൾ ആർക്കെങ്കിലും ഒരു ദോഷം അവർക്ക് ചെയ്താൽ അവരുടെ പേര് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, വിളിക്കുമ്പം വരണം. അപ്പോൾ ഒരാൾ ഒപ്പിട്ടില്ല. ബാക്കി വന്നവരെല്ലാം ഒപ്പിടാം. ആ നേതാവ് ഒപ്പിട്ടില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം ഞങ്ങൾക്ക് അവിടെ തരിപ്പിച്ചു. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ബസ്സിനാ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ബസ്സേ വരുന്ന ഉടനെ ഈ ഒപ്പിടാത്ത അയാൾ എൻ്റെ അടുത്ത് നിൽക്കുക ബസ്സേല. അപ്പൊ ഞാൻ ഈ മനുഷ്യൻ നോക്കി ചിരിച്ചു. കാര്യം ചിരിച്ചെന്ന് പറഞ്ഞാലെ കൊണ്ട് അയാൾ എന്തോ അവിടെ പ്രതികരണം നമുക്കറിയത്തില്ല. അപ്പം ചിരിച്ചപ്പോ എന്നോട് അയാൾ പറയുക, അതെ, എന്നോട് ക്ഷമിക്കണം, ഇവരെല്ലാരും കൂടെ പറഞ്ഞാണ് എന്നെ കൊണ്ടുവന്നിട്ട് എന്നെ ഇനി ഒരു കാര്യത്തിനും വിളിച്ചേക്കരുതെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞിട്ടാ പോകുന്നത്. ഞങ്ങളോട് പിണക്കൊന്നും തോന്നരുത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ദൈവം ഞങ്ങളുടെ കൂടെ ഇരുന്നു. ദേശത്ത് ഇപ്പൊ എത്ര ഉച്ചത്തിൽ ആരാധിച്ചാലും, എത്ര ഉച്ചത്തിൽ പ്രാർത്ഥന വെച്ചാലും, സഭയായി വന്ന് പ്രാർത്ഥിച്ചാലും യാതൊരു പ്രശ്നവും ഈ ദേശത്തില്ല. കാരണം ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി എതിരായിട്ട് പ്രവർത്തിച്ചവരെ മൊത്തമായിട്ട് രണ്ടുപേരെ ഈ ഭൂമിയിൽ ദൈവം മാറ്റിക്കളഞ്ഞു. അതാണ്. അപ്പൊ അവര് വീണ്ടും അവരുടെ ജാതികളുടെ അടുക്ക ചെന്ന്, ഈ മന്ത്രവാദിയുടെ അടുക്ക ചെന്ന് ചോദിക്കും വിഷയം എന്താണെന്ന്. ഇതിനൊക്കെ കാരണങ്ങൾ അവര് പോയി തിരക്കുമ്പോൾ അവര് പറഞ്ഞു, അത് വേറൊരാളിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ആരാധനയും മുഖാന്തരമാണ് അവരിങ്ങനെ വിഷമടിച്ച് മരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പിന്നെ ഞങ്ങളെ ആരും ഒന്നും പറയത്തില്ല. ആർക്കും ഈ ദേശത്തൂടെ സുവിശേഷം പറഞ്ഞു പോകാം, പരസ്യവും നടത്താം, ഞങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥന വെക്കാം, യാതൊന്നില്ല. കാര്യം കർത്താവില്ല. നമ്മളെ ഇരുട്ടിൽ കിടന്ന ജനത്തെ ഇവിടെ വരെ കൊണ്ടുവന്ന സകല ഉത്തരവാദിത്വങ്ങളും എൻ്റെ കർത്താവിനാണ്. ഞങ്ങളുടെ കുടുംബം, കുഞ്ഞുങ്ങളെ എല്ലാ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. പിന്നെ ചില പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ദൈവത്തിന്റെ സമയത്തെ തീരും. അതിന് നമ്മൾ അവിശ്വസിക്കുകയോ സംശയിക്കുകയോ ഒന്നും ചെയ്യല്ലേ. നമ്മളെ നേരായ രീതിയിൽ കൊണ്ടുപോകാനാണ് ദൈവം നോക്കുന്നത്. നമ്മളിപ്പം ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ പൗലോസ് തന്നെ ഓർത്തു നോക്കി, 27 അധ്യായം വായിച്ച് എന്തെല്ലാം പ്രതികൂലങ്ങള്, പ്രശ്നങ്ങള്, സൂര്യനെ കാണുന്നില്ല, നക്ഷത്രത്തെ കാണുന്നില്ല, ദൈവത്തിന് സ്തോത്രം, ഈശാനം മുഴുവൻ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിട്ടും അവരെ ഭക്ഷണമില്ല, എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നീതിദേവി പോലും അവരെ കൈവിട്ടു, അണലി കടിച്ചു. പക്ഷെ അവസാനം എന്തോ ദേവനെന്ന് വിളിക്കാൻ ദൈവം കൃപ ചെയ്തു. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടിടും. അപ്പൊ നമ്മൾ അത് നോക്കി ഭാരപ്പെടാതെ, പ്രയാസപ്പെടാതെ ഈ കർത്താവിനെ അധികമായി മഹത്വപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടും. ദൈവം നമ്മളെ കർത്താവിന് ഇവരെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയക്കെ തക്കവണ്ണം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. അപ്പം നമ്മൾ ഓരോ ജീവിതത്തിലും, നമ്മുടെ ജീവിതത്തിൽ ഇപ്പം വളരെ പ്രയാസമായിരിക്കും, പ്രതിസന്ധിയായിരിക്കും, രോഗങ്ങളായിരിക്കും, കഷ്ടങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ അവിശ്വസ്തരാകരുത്. വിശ്വാസത്തോടെ എൻ്റെ അപ്പൻ്റെ പുറകെ യാത്ര ചെയ്യുമ്പോൾ ദൈവം എല്ലാത്തിനും മറുപടി തരും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിന് നമുക്ക് മഹത്വം കരയേറ്റാം. ഇന്ന് ദൈവത്തെ സ്തുതിക്കാം. കടന്നു വന്ന ജനത്തിനെല്ലാം ഇതൊരു വിടുതലായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ. പിന്നെ കർത്താവ് അനുവദിച്ചാൽ വചനവുമായി ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ